أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. വേദിയിലിരിക്കുന്ന ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, സദസ്സിലെ എൻ്റെ പ്രിയ സഹോദരിമാരെ, സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആദ്യമേ, ഏതൊരു ലക്ഷ്യത്തിനു വേണ്ടിയാണോ നാം ഇവിടെ ഒരുമിച്ച് ചേർന്നത്, ആ ലക്ഷ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ മനോഹരമായ രീതിയിൽ നമ്മിൽ നിന്നും പൂർത്തീകരിച്ച് തരുമാറാവട്ടെ. മനോഹരമായ ഈ റമളാനിൽ അള്ളാഹുവിൻ്റെ തൃപ്തിക്കനുസരിച്ച് നോമ്പനുഷ്ഠിക്കുകയും നാഥൻ ഏറെ ഇഷ്ടത്തോടെ ചേർത്ത് പിടിക്കുകയും ചെയ്യുന്ന നോമ്പുകാരുടെ കൂട്ടത്തിൽ നാഥൻ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹന്നാസു തഖൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ വഖലഖ മിൻഹാ സൗജഹാ വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാഅ വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ. സദഖല്ലാഹുൽ അലിയ്യുൽ അളീം. തണലാണ് കുടുംബം എന്ന ക്യാപ്ഷനിൽ കുറച്ച് നാളുകളായി നടന്നുകൊണ്ടിരിക്കുന്ന പരിപാടികളുടെ പരിസമാപ്തിയാണിന്ന് നടക്കാൻ പോകുന്നത്. നേരത്തെ ഇവിടെ പലരും സൂചിപ്പിച്ചതുപോലെ, കുടുംബമെന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ ആയത്തിനെ, റബ്ബിൻ്റെ ദൃഷ്ടാന്തത്തെ അതിൻ്റെ ഗൗരവത്തോടുകൂടി മനസ്സിലാക്കുകയും ജീവിതത്തിൽ വളരെ ഗൗരവത്തോടുകൂടി ശ്രദ്ധിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന മേഖലയുടെ കൂടെ വളരെ പ്രാധാന്യത്തോടുകൂടി കുടുംബത്തെയും കൂടി ചേർത്ത് പിടിക്കുക എന്നത് ഒരു വിശ്വാസിയുടെ പ്രഥമ ബാധ്യതയായിട്ടാണ് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നത്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ പരാരാധനാ കർമ്മങ്ങളെക്കുറിച്ചും വിശദമായി പറഞ്ഞിട്ടില്ലാത്ത, അതിനെ വിശദീകരിച്ചിട്ടില്ലാത്ത വിശുദ്ധ ഖുർആൻ നമ്മളേറ്റവും മൈന്യൂട്ടായി കരുതുന്ന കുടുംബത്തിൻ്റെ ചില കാര്യങ്ങളെക്കുറിച്ച് പോലും വളരെ വിശദീകരിച്ച് മനുഷ്യരെ പഠിപ്പിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഇതത്ര ഗൗരവത്തോടുകൂടി നമ്മൾ പഠിച്ചിട്ടുണ്ടോ, പരിഗണിച്ചിട്ടുണ്ടോ എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മളോട് തന്നെ ആത്മപരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടുന്ന ഒരു കാര്യം കൂടിയാണ്. കുടുംബമെന്ന് പറയുന്ന ഒരു സിസ്റ്റത്തെ, അതാണൊരു പെണ്ണിൻ്റെ സ്വപ്നത്തിന് തടസ്സമെന്നും ഒരാണിനെ വീണ്ടും ചൂഷണത്തിനിരയാക്കുകയാണ്, ആണിനെയും പെണ്ണിനെയും ചൂഷണത്തിനിരയാക്കുകയാണ് കുടുംബമെന്നും അത് മനുഷ്യൻ്റെ എല്ലാ സ്വാതന്ത്ര്യങ്ങളെയും തടഞ്ഞു വെക്കുകയാണ് ചെയ്യുന്നതെന്നും, അതുകൊണ്ട് കുടുംബമെന്ന് പറയുന്ന സിസ്റ്റത്തെയാണ് നിങ്ങൾ ആദ്യം പ്രതിരോധിക്കേണ്ടത്. അതുകൊണ്ടാണ് നിങ്ങൾ വീടിന് തീയിടുക തുടങ്ങിയ കമൻറ്റുകൾ എഴുത്തിലൂടെയും പ്രഭാഷണങ്ങളിലൂടെയും നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുന്നത്. അതുകൊണ്ട് കുടുംബമെന്ന് പറയുന്ന സിസ്റ്റം തകരുമ്പോഴാണ് നിങ്ങളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിന് മനോഹരമായി പൂവണിയുവാൻ സാധിക്കുക, അതിൻ്റെ സ്വപ്നങ്ങൾ പൂവണിയുവാൻ സാധിക്കുക. അതുകൊണ്ട് ആ മതിലുകളെ നിങ്ങൾ പൊളിച്ചു കളയണം എന്ന് പറയുന്ന തിയറികൾ നമുക്ക് മുമ്പിൽ ആളുകൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്, മുൻപത്തേക്കാളും അപ്പുറത്തേക്ക്. അപ്പോഴാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് മുമ്പിൽ ചില വർത്തമാനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലേ. ക്യാമ്പസ് രാഷ്ട്രീയത്തെക്കുറിച്ച്, വയലൻസിനെ കുറിച്ച്, ലഹരിയെക്കുറിച്ച്, ആളുകൾ മടികൂടാതെ ചെയ്തുകൊണ്ടിരിക്കുന്ന കൊലപാതകങ്ങളെക്കുറിച്ചൊക്കെ പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് ഏറെ ചർച്ച ചെയ്യപ്പെടുന്നൊരു വിഷയം കൂടിയാണിത്. ആളുകൾ അത്ഭുതത്തോടു കൂടിയാണ് ചോദിക്കുന്നത്, എങ്ങനെയാണ് ഇതൊക്കെയും സാധിക്കുന്നത്? എങ്ങനെയാണ് അറപ്പ് മാറിയവരായിട്ട് നമ്മുടെ മനുഷ്യ തലമുറ മാറിയത്? എങ്ങനെയാണ് ഇത്ര ചെറുപ്രായത്തിലെ ഇത്രമാത്രം വലിയ ക്രൂരത ഇവർക്ക് ചെയ്യുവാൻ സാധിക്കുന്നത്? നമ്മളുടെ മുമ്പിൽ ഇപ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്ന വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണിത്. ആരാണ് ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറയുക എന്ന് ചോദിച്ചാൽ നമ്മൾ തന്നെയാണ് ആ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടത്. കാരണം നമുക്ക് മുമ്പിലൂടെ വളർന്ന് വലുതായവരെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. വേറെ എങ്ങു നിന്നും വന്നവരല്ല, നമ്മളുടെ കൺമുൻപിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന തലമുറയെക്കുറിച്ചും യങ് ജനറേഷനെക്കുറിച്ചും വിദ്യാർത്ഥികളെക്കുറിച്ചും ന്യൂ ജനറേഷനെക്കുറിച്ചുമാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നത്. അപ്പോഴാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കുടുംബം വളരെ പ്രധാനപ്പെട്ടതാണെന്നും കുടുംബത്തിൻ്റെ അടിവേരിനെ അറുക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ
അത് കുടുംബം എന്ന് പറയുന്ന 4 ചുവരുകൾക്കുള്ളിൽ മാത്രമല്ല അത് ഒതുങ്ങുക, അത് നിങ്ങളുടെ സമൂഹത്തെയും ഭരണകൂടത്തെയും നിങ്ങളുടെ സമാധാനത്തെയും വല്ലാതെ ഉലച്ചു കളയുമെന്നുള്ള വാർത്തകളാണ് നമ്മുടെ മുമ്പിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വളരെ പ്രധാനമാണ് കുടുംബത്തെക്കുറിച്ചുള്ള ഏതൊരു ഡിസ്കഷനും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇസ്ലാമിൽ കുടുംബത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെയാണ് ഇണകളോട് സംസാരിച്ചത്, എങ്ങനെയാണ് വൃദ്ധമാതാപിതാക്കളോട് നിങ്ങളെങ്ങനെ സമീപിക്കണമെന്നാണ് പറഞ്ഞത്, നിങ്ങളെങ്ങനെയാണ് കൊച്ചുമക്കളെ വളർത്തി വലുതാക്കുമ്പോൾ എത്ര ഗൗരവത്തോടു കൂടിയാണ് നിങ്ങൾ അവരെ ഓരോ മൊമെൻറ്റിലും വീക്ഷിച്ചു കൊണ്ടേയിരിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് വളരെ മനോഹരമായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ആ അധ്യാപനങ്ങളെ ഗൗരവത്തിൽ പരിഗണിക്കാതെ പലപ്പോഴും വിട്ടുകളഞ്ഞപ്പോഴാണ് അല്ലേ വ്യക്തി സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ നന്മ ചെയ്യുന്നവരെ ചേർത്ത് പിടിച്ചിരുന്ന ഒരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം അല്ലേ. നമ്മുടെ മുമ്പിൽ വന്നുകൊണ്ടിരിക്കുന്ന ചില ഡയലോഗുകൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് അത്ഭുതം തോന്നിപ്പോകും. എങ്ങനെയാണ് നല്ലതിനെ നമ്മൾ ചീത്ത എന്നെപ്പോഴാണ് വിശേഷിപ്പിക്കാൻ തുടങ്ങിയത്? നന്മ ചെയ്യുന്ന ഒരു മനുഷ്യനെ നമ്മൾ അല്ലേ നല്ല അപ്രിഷ്യേറ്റ് ചെയ്ത് ഗുഡ് എന്ന് പറഞ്ഞ് മിടുക്കനെന്നും മിടുക്കി എന്നും പറഞ്ഞിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് മാറി നന്മ ചെയ്യുന്ന മനുഷ്യരെ നമ്മൾ നന്മ മരവെന്ന് വിശേഷിപ്പിക്കുവാൻ തുടങ്ങി. വല്ല മനുഷ്യനും ആരെങ്കിലും ഉപദേശിക്കാൻ തുടങ്ങുന്നുണ്ട് എങ്കിൽ നീ അത് ചെയ്യാൻ പാടില്ല കേട്ടോ, നീ അതിൽ നിന്നും വിട്ടു നിൽക്കണം കേട്ടോ, നിനക്കത് പറ്റിയ പണിയല്ല എന്ന് വിശേഷിപ്പിക്കാൻ തുടങ്ങുമ്പോൾ തന്ത വൈബ് എന്ന കമൻറ്റുകൾ വന്നു തുടങ്ങി. നീ എന്താണ് ഈ അസമയത്ത് ഇവിടെ നിൽക്കുന്നതെന്ന് ആണിനോടോ പെണ്ണിനോടോ ചോദിക്കുന്ന സമയത്ത് താങ്കളാരാണിത് ചോദിക്കുവാൻ? മൊറാലിറ്റി അല്ലേ, എന്താണ് സദാചാര പോലീസിങ് എന്നുള്ള പുതിയ ക്യാപ്ഷൻ ഇട്ട് നമ്മളതിനെ വിളിക്കുകയും ചെയ്തു. പക വീട്ടാനുള്ളത് എന്ന് കുട്ടി തലമുറ പറയുന്ന സമയത്ത് വിട്ടുകൊടുത്തേക്കടോ, സാരമില്ല, വെറുതെ അലമ്പിന് നിൽക്കണ്ട, വെറുതെ അടിക്ക് നിങ്ങൾ പോകേണ്ട എന്ന് പറയുന്ന സമയത്ത് വിട്ടുകൊടുത്തേക്ക് എന്നുള്ള വിട്ടുവീഴ്ചയുടെ വർത്തമാനം പറയുന്ന സമയത്ത് പക വീട്ടാനുള്ളതാണ് എന്ന വലിയ കമൻറ്റുകളാണ് നമ്മുടെ പുതിയ തലമുറ ഇന്ന് ശീലിച്ചു കൊണ്ടേയിരിക്കുന്നത്. നീ എവിടെ നിന്ന് വന്നടോ, നിനക്ക് 6-ാം നൂറ്റാണ്ടെന്ന് ഇതുവരെ ബസ് കിട്ടിയില്ലേ എന്ന് ചോദിക്കും. വൈകിട്ടെന്താ പരിപാടി, ഒന്ന് കൂടുകയല്ലേ എന്ന് ചോദിക്കുമ്പോൾ നമുക്കൊന്ന് കൂടിയിരുന്നാലോ എന്ന് പറയുമ്പോൾ ഞാനില്ലാട്ടോ എന്ന് പറയുവാൻ ധൈര്യം കാണിക്കുന്ന മനുഷ്യനോട് നീ എന്താണ് ഇപ്പോഴും അമൂൽ ബേബിയാണോ എന്ന് ചോദിക്കാം. നീ എന്താണ് ഇപ്പോഴും അമൂൽ ബേബിയാണോ, ഏത് നൂറ്റാണ്ടിലാണോടോ ജീവിക്കുന്നത് എന്ന പരിഹാസം കേട്ടുകൊണ്ടാണ് നമ്മുടെ പോലും മക്കൾ ഇന്ന് വളർന്നു വരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെയാണ് ഇസ്ലാം എങ്ങനെയാണ് ഒരു കുടുംബത്തെക്കുറിച്ചുള്ള കൺസെപ്റ്റുകളെ വിശദീകരിക്കുന്ന സമയത്ത് ഓരോരുത്തരുടെയും ഉത്തരവാദിത്തത്തെ വളരെ മനോഹരമായിട്ട് കൃത്യപ്പെടുത്തുന്ന സമയത്ത് ഇസ്ലാം എങ്ങനെയാണത് പറഞ്ഞു വെക്കുന്നത് എന്ന് നമ്മൾ പഠിക്കേണ്ടത് വളരെ അത്യാവശ്യമാണെന്ന് തോന്നുന്നു. പാരന്റിങ്ങിനെ കുറിച്ച് സംസാരിക്കുമ്പോഴേ ഇന്നെല്ലാവരും ഏറെക്കുറെ സമ്മതിക്കുന്നുണ്ട്. കാരണം നമുക്കെപ്പോഴാണോ കുട്ടികളിൽ നിന്നും ശ്രദ്ധ വിട്ടു പോകുന്നത്, വിശുദ്ധ ഖുർആനെ തന്നെ നമ്മൾ എടുത്ത് പരിശോധിച്ച് നോക്കുക. ഖുർആനിൻ്റെ മാസമാണിത്. ഖുർആൻ പഠിക്കുന്ന ഏതൊരു മനുഷ്യനും നമ്മളുടെ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത് അള്ളാഹു പറഞ്ഞ അധ്യാപനങ്ങളെക്കുറിച്ചായിരിക്കും അല്ലേ. അഫലാ തതഫക്കറൂൻ അഫലാ തദബ്ബറൂൻ അഫലാ തഅഖിലൂൻ. എൻ്റെ മനുഷ്യ, നീ ചിന്തിക്കുന്നില്ലേ? നീ ബുദ്ധി ഉപയോഗിക്കുകയും ആലോചിക്കുകയും ചെയ്യുന്നില്ലേ? നീ ആഴത്തിൽ ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യുന്നില്ലേ എന്ന് ഓരോ സത്യവിശ്വാസിയുടെയും തലക്കോരോ കൊട്ടുകൊടുത്തുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല ഇടയ്ക്കിടയ്ക്ക് നമ്മളോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. എന്നിട്ട് അവൻ ചോദിക്കുകയും ചെയ്യുന്ന, നീ ആകാശത്തിലേക്ക് നോക്കുന്നില്ലേ? ഞാനാണോ മഴ വർഷിപ്പിക്കുന്നത് അതോ നിങ്ങളാണോ? ഒരു സുപ്രഭാതത്തിൽ നിങ്ങളുടെ കാഴ്ചയെ ഞാൻ എടുത്തു കളയുവാൻ ഉദ്ദേശിച്ചാൽ നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? മരിച്ചു എന്ന് കരുതുന്ന ഭൂമിയിൽ നിന്നും ഒരു മഴ വരുമ്പോഴേക്കും എങ്ങനെയാണ് ഭൂഗർഭ അറയിൽ നിന്നും ചെറിയ വിത്തുകൾ മുളപൊട്ടി ഭൂമിയിലേക്ക് കൺതുറക്കുന്നത് എന്ന് എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഞാനാണോ ആ രഹസ്യമായ അറയിൽ ആ വിത്ത് സൂക്ഷിച്ചത് അതോ നിങ്ങളാണോ? നിങ്ങൾക്കെങ്ങനെയാണ് ഭൂമിയിൽ നിന്നും ഫലവൃക്ഷങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ധാന്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയും കായ്ക്കനികൾ നരുകയും ചെയ്യുന്നതെന്ന് എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? നിങ്ങളുടെ ഭക്ഷണത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഇങ്ങനെ ചിന്തിക്കുവാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന നമ്മളുടെ മക്കളുടെ സഹജമായ സ്വഭാവമാണ് ചോദിക്കുക എന്നത് അല്ലേ. പാരൻറ്റിങ്ങിനെ കുറിച്ച് പറയുമ്പോഴേ നമ്മൾ ഏറ്റവും കൂടുതൽ പറയാറുണ്ട്, നമ്മുടെ സ്ക്രീൻ ടൈം കുറയ്ക്കുകയും അവരോട് സംസാരിക്കുവാനുള്ള സമയം നമ്മൾ ഉണ്ടാക്കുകയും വേണം. നമ്മുടെ കുട്ടികൾ ഇങ്ങനെ നമ്മളുടെ അടുക്കലേക്ക് വരും അല്ലേ.
മുമ്പൊക്കെ ചിലപ്പോഴും ഇങ്ങനെ ചോദിക്കും, ആരാണമ്മ ഇങ്ങനെ ആകാശത്ത് നിന്നും വെള്ളമൊഴിക്കുന്നത് മഴ പെയ്യുന്ന സമയത്ത്? ഇടിമുട്ടുന്ന സമയത്ത് ആരാണമ്മ ആകാശത്തിരുന്ന് ചെണ്ട കൊട്ടുന്നത്? എന്തിനാണമ്മ ഈ ഉറുമ്പ് വേറൊരു ഉറുമ്പിൻ്റെ പിറകിലൂടെ ഇങ്ങനെ വരിവരിയായി പോകുന്നത്? ആരാണ് ഇവരെ ഇങ്ങനെ വരിവരിയായി പോകുവാൻ പഠിപ്പിച്ചത്? ആരാണമ്മ ഈ ബട്ടർഫ്ലൈക്ക് ഇത്ര മനോഹരമായ കളറ് കൊടുത്തത്? അല്ലേ? ചോദ്യങ്ങളിൽ നിന്നും, ഒരു ചോദ്യത്തിൽ നിന്നും വേറൊരു ചോദ്യത്തിലേക്ക് അവരിങ്ങനെ വൈബ്രൻ്റായിട്ട് ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടേയിരിക്കുമ്പോൾ എങ്ങനെയാണ് നമ്മൾ അവരെ അക്കമഡേറ്റ് ചെയ്യാറുള്ളത് എന്നത് വളരെ പ്രസക്തമായ ചോദ്യമാണ്. സമയമില്ല കേട്ടോ. നമ്മോൻ അവിടെ ഇരിക്കുക, അല്ലെങ്കിൽ 100 കൂട്ടം പണിയുന്നേ. ഓഫീസ് കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നതാണ്. ഇതെങ്ങനെയെങ്കിലും ഒന്ന് ഒതുക്കിയിട്ട് വേണം ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ. എൻ്റെ മോന് ഒരു കാര്യം ചെയ്യും, മോളൊരു കാര്യം ചെയ്യും, കുറച്ച് സമയം വേണമെങ്കിൽ ഗെയിം കളിക്കുകയോ സ്ക്രീനിലേക്ക് നോക്കുകയോ അല്ലെങ്കിൽ കാർട്ടൂൺ കാണുകയോ ചെയ്ത്, അല്ലെങ്കിൽ മോൻ അവിടെ എന്തെങ്കിലും എൻഗേജ്. എനിക്ക് സമയമില്ലാത്തതുകൊണ്ടാണ്, പിന്നെ പറഞ്ഞുതരാം കേട്ടോ. എങ്ങനെയാണ് നമ്മൾ അവരെ അക്കമഡേറ്റ് ചെയ്യാറുള്ളത്? അവരുടെ ചോദ്യത്തിന് നമ്മൾ എങ്ങനെയാണ് അഭിമുഖീകരിക്കാറുള്ളത്? വളരെ പ്രസക്തമായ ചോദ്യമാണിത്. അവരോടൊപ്പം സമയം ചെലവഴിക്കുവാൻ നാം തയ്യാറാകാറുണ്ട്. നമ്മൾ വയലൻസിനെ കുറിച്ച് ഇപ്പോൾ സംസാരിക്കുന്നുണ്ട്. വയലൻസ് എന്ന് പറയുമ്പോൾ കുട്ടികളിലുണ്ടാകുന്ന എനർജിയെ അവരെങ്ങനെയാണ് ചെലവഴിക്കേണ്ടതെന്ന് നമ്മൾ അവർക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ? പ്രത്യേകിച്ച് ആൺകുട്ടികളുടെ വിഷയത്തിൽ ഉപ്പമാരോടാണ് നമുക്ക് ചോദിക്കുവാനുള്ളത്. ഒരു സമയത്ത് അവർക്ക് തോന്നുന്ന ഞാൻ വലിയ കുട്ടിയായി എന്ന ഒരു ആൺകുട്ടിയുടെ വിചാരത്തെ എങ്ങനെയാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യാറുള്ളത്? നമ്മൾ അവരോട് സംസാരിക്കുകയും ആ പ്രത്യേക പ്രായത്തിൻ്റെ സമയത്ത് ആൺകുട്ടികൾക്കുണ്ടാകുന്ന വികാരം ഏറ്റവും കൂടുതൽ മനസ്സിലാവുന്ന പിതാവ് അത്തരത്തിൽ തോളിൽ കൈയിട്ട് അവനോട് വർത്തമാനം പറയുകയും ആ എനർജി എങ്ങനെ പോസിറ്റീവായിട്ട് ഉപയോഗിക്കുകയും ചെയ്യണമെന്ന് പിതാവ് അവന് പറഞ്ഞു കൊടുക്കുമ്പോഴാണ് അവൻ്റെ റൂട്ട് ക്ലിയറായി കിട്ടുക. അതല്ല എങ്കിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ വാട എന്ന് പറയുമ്പോൾ ഞാനുണ്ടടാ എന്ന് പറയുന്ന വയലൻസിലേക്കാണ് അവർ ശ്രദ്ധ പതിപ്പിക്കുക. കാരണം അവരല്ല വയലൻസ് ഉണ്ടാക്കുന്നത്, മറിച്ച് നമ്മളുടെ ജനറേഷനാണ് അവർക്ക് വേണ്ടി പുതിയ വയലൻസുകളുടെ ഗെയിമുകളും സിനിമകളും സൃഷ്ടിച്ചു കൊടുക്കുന്നത് എന്നത് വേറൊരു കാര്യം. ഉമ്മയോടാണ് വേറൊരു ചോദ്യം, അല്ലേ? ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചോദ്യങ്ങളെ എങ്ങനെയാണ് നമ്മൾ സ്വീകരിക്കാറുള്ളത്? ആ ചോദ്യങ്ങളെ ഏറ്റവും മനോഹരമായിട്ട് നമ്മൾ പരിഗണിക്കുമ്പോഴാണ് നമുക്ക് റബ്ബിനെക്കുറിച്ച്, ഭൂമിയെക്കുറിച്ച്, നന്മയെക്കുറിച്ച്, സ്നേഹത്തെക്കുറിച്ച്, ഒരു കുരുവി എന്തിനാണമ്മ മുട്ടയുടെ മേൽ അടയിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോഴേ ആ കുരുവിയിൽ റബ്ബ് സുബ്ഹാനഹു വ തആല ഇട്ടുകൊടുക്കുന്ന സ്നേഹത്തെക്കുറിച്ചും കാരുണ്യത്തെക്കുറിച്ചും കുടുംബമെന്ന സിസ്റ്റത്തെക്കുറിച്ചും പറഞ്ഞു കൊടുക്കുവാൻ സാധിക്കുമ്പോഴാണ് നമ്മൾ മനുഷ്യനെന്ന ബാധ്യതയെക്കുറിച്ച് ഒരു മനുഷ്യൻ ശ്രദ്ധിക്കുക. ഇങ്ങനെ ചോദ്യങ്ങളെയും വർത്തമാനങ്ങളെയും ചേർന്നിരിക്കലുകളെയും നമ്മൾ മനോഹരമാക്കുന്ന കുടുംബജീവിതത്തെക്കുറിച്ചാണ് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു തരുന്നത്, അല്ലേ? ഒരു സിസ്റ്റത്തെ നമ്മൾ പെൺകുട്ടികളെക്കുറിച്ച് സംസാരിക്കാറുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾ സമൂഹത്തിൽ പറഞ്ഞിട്ടാണ് പെൺകുട്ടികളെക്കുറിച്ചുള്ള വേറൊരു ഇമേജ് ബിൽഡിങ്ങിനെ നമ്മൾ തകർത്ത് കളഞ്ഞത്. പെൺകുട്ടി എന്ന് പറഞ്ഞാൽ അഭിപ്രായ സ്വാതന്ത്ര്യമില്ലാത്ത, ഇടപെടേണ്ടതില്ലാത്ത, വർത്തമാനം പറയേണ്ടതില്ലാത്ത, കുടുംബത്തിലെ ഒരു ചർച്ചയിൽ പോലും പരിഗണിക്കേണ്ടതില്ലാത്ത, രണ്ടാം കിടയായിട്ട് മാത്രം നിങ്ങൾ പരിഗണിക്കേണ്ടുന്ന ഒരാളാണെന്ന് പെൺകുട്ടിയെക്കുറിച്ച് പറഞ്ഞെടുത്ത് നിന്നും അങ്ങനെയല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സദസ്സിലേക്ക് തൻ്റെ മകൾ ഫാത്തിമ കടന്നു വരുന്ന സമയത്ത് താനിരുന്ന സീറ്റിൽ നിന്നും എഴുന്നേൽക്കുകയും മകൾക്ക് നേരെ നടന്നെടുക്കുകയും അവളുടെ കൈ ചേർത്ത് പിടിക്കുകയും അവളുടെ നെറ്റിയിൽ മുത്തം വെക്കുകയും തുടർന്ന് അവളെ ആനയിച്ചു കൊണ്ടുവന്ന് തൻ്റെ ഇരിപ്പിടത്തിനടുത്തിരുത്തുകയും ചെയ്യുന്ന ഒരു വലിയ മെസ്സേജാണ് സമൂഹത്തിന് പകർന്നു കൊടുത്തത് എന്ന് പറഞ്ഞാൽ, ഇദാ ബുശ്ശിറ അഹദുകുമുൽ ഉൻസാ വല്ല വജൂഹു മുസ്വദ്ദൻ വഹുവ കളീം, നിനക്കൊരു പെൺകുഞ്ഞ് പിറന്നിട്ടോ എന്ന് പറയുമ്പോഴേ അപമാനഭാരത്താൽ മുഖം കുനിച്ചു നിന്ന ഒരു സമൂഹത്തിന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ കൊടുത്ത ഏറ്റവും വലിയ ഒരു മെസ്സേജായിരുന്നു, നിങ്ങളുടെ പെൺമക്കൾ നിങ്ങൾക്ക് ഭാരമല്ല, മറിച്ച് നിങ്ങൾ അത് സ്വർഗത്തിന് നിങ്ങൾ അവകാശികളാക്കുന്ന അനുഗ്രഹമാണെന്നുള്ള വളരെ വലിയൊരു മെസ്സേജാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയത്. കുട്ടികൾ എങ്ങനെയായിരിക്കണം? റമളാനിൽ നമ്മൾ പള്ളികളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. പള്ളിയിലേക്ക് കുഞ്ഞുങ്ങളെ കൊണ്ടുവരുന്ന സമയത്ത് ഭയങ്കര ഇറിറ്റേഷനാണ് കേട്ടോ, കുട്ടികളെ അങ്ങോട്ട് കൊണ്ടുവരരുത് കേട്ടോ എന്ന് പറയുന്ന ഒരു പള്ളിയുടെ കൾച്ചറിനെ കുറിച്ച് നമുക്ക് എന്താ പറയാനുള്ളത്? കുട്ടികളുടെ ശബ്ദം കേൾക്കുന്നുണ്ട്, അതുകൊണ്ട് ഭയങ്കരമായ ഡിസ്റ്റർബൻസ് ഉണ്ടാവുന്നുണ്ട്. ചെറിയ മക്കളുള്ള കുഞ്ഞുങ്ങളെ നിങ്ങൾ കൊണ്ടുവരരുത് എന്ന് പറയുന്ന ഒരു പള്ളിയുടെ കൾച്ചറിനെ കുറിച്ച്, ഒരു പള്ളി ഇമാമിൻ്റെ വർത്തമാനത്തിനെ കുറിച്ച് നമ്മൾ എന്താ പറയുക? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദീർഘമായ സൂറത്ത് ഓതുവാൻ ആഗ്രഹിച്ചിരുന്ന സമയത്ത്
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചിലപ്പോൾ സൂറത്തിൻ്റെ ദൈർഘ്യം കുറക്കുമായിരുന്നു. ആ കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കുമ്പോൾ ആ ഉമ്മയുടെ നെഞ്ചിലുള്ള ആ ഒരു അസ്വസ്ഥത മനസ്സിലാക്കിക്കൊണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഹദീസുകൾ നമ്മളോട് പഠിപ്പിച്ചു തരുമ്പോൾ എങ്ങനെയാണ് ഒരു പെണ്ണിനെയും കുഞ്ഞിനെയും ഒരു പള്ളി അക്കമഡേറ്റ് ചെയ്യേണ്ടത് എന്നത് കുറച്ചുകൂടിയാണെന്ത് ഇസ്ലാം സംസാരിക്കുന്നത്. അപ്പോൾ ഒരു കുടുംബത്തിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ, ഒരു കുടുംബത്തിൻ്റെ മനോഹരമായ ഒരു സിസ്റ്റത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ, കുഞ്ഞുങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ, ലഹരിയെക്കുറിച്ചും വയലൻസിനെക്കുറിച്ചും നന്മയെക്കുറിച്ചും കാരുണ്യത്തെക്കുറിച്ചും സംസാരിക്കുമ്പോൾ പ്രവാചകൻ അതുകൊണ്ടാണല്ലോ പറഞ്ഞത് ഖുർആൻ ഒരുമിച്ചിരുന്ന് പഠിക്കുന്ന വീടകം, ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്ന ഒരു വീട്, ഒരുമിച്ച് നമസ്കരിക്കുന്ന ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ കാരുണ്യം ഇട്ടുതരുമെന്നത് റബ്ബിൻ്റെ വാഗ്ദാനമാണ്. നിങ്ങളത് പ്രാക്ടീസ് ചെയ്യൂ, തീർച്ചയായിട്ടും എൻ്റെ കാരുണ്യം നിങ്ങളിലേക്ക് ഇട്ടുതരുമെന്ന് പറഞ്ഞത് അള്ളാഹുവാണ്, നമ്മെ സൃഷ്ടിച്ച റബ്ബ് സുബ്ഹാനഹു വ തആലയാണ്. ഖുർആനിനെ കുറിച്ച് പഠിക്കണമെന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ ചോദിച്ചു ക്വസ്റ്റിനെ കുറിച്ച്, അനന്തരാവകാശത്തെക്കുറിച്ച്. നിങ്ങളുടെ കുട്ടികൾ ഇപ്പോഴും നിങ്ങളോട് ചോദിക്കുന്നുണ്ടാകും, പ്രത്യേകിച്ച് പെൺകുട്ടികൾ അല്ലേ, എന്തുകൊണ്ടാണ് ഒരു പെണ്ണിന് പകുതിയായിട്ട് അനന്തരാവകാശം കൊടുക്കുന്നത്? കുടുംബവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഡിസ്കഷനാണിത്. പലപ്പോഴും പെൺകുട്ടികളോട് പറയുന്നു, കുടുംബത്തിൽ നിങ്ങൾക്ക് സ്ഥാനമില്ല, സ്വർഗത്തിൽ നിങ്ങൾക്ക് ഹൂറികളാകാൻ മാത്രമേ സ്ഥാനമുള്ളൂ. നിങ്ങൾക്ക് ഇവിടെ തന്നെ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ധാരാളം അനുഭവിച്ചു കൊണ്ടല്ലേ പെൺകുട്ടി നീ വളരുന്നത്, അതുകൊണ്ട് ഇസ്ലാമിൽ നിങ്ങൾക്ക് എവിടെയാണ് സ്പേസ് എന്നുള്ളതാണ് അവർ കേട്ടുകൊണ്ടിരിക്കുന്ന ചോദ്യം. അതുകൊണ്ട് ആണിൻ്റെ പകുതിയാണ് പെണ്ണിന്. നിങ്ങൾ എത്ര പറഞ്ഞാലും എത്ര വെളുപ്പിക്കാൻ ശ്രമിച്ചാലും അതങ്ങോട്ട് വെളുക്കില്ല കേട്ടോ എന്നതാണ് ചോദ്യം. അതുകൊണ്ടാണ് കേരളത്തിലെ തന്നെ പ്രധാനപ്പെട്ട ക്യാമ്പസുകളിൽ നിന്നും ഹിജാബ് ധരിച്ച പെൺകുട്ടികളോട് അനന്തരാവകാശത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ അവർ പറഞ്ഞ മറുപടി ഇസ്ലാം നീതിയുടേതാണ്, പക്ഷേ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ അനന്തരാവകാശത്തിൻ്റെ വിഷയത്തിലുണ്ട്, അത് പരിഹരിക്കപ്പെടണം. ആരാണ് പറയുന്നത്? ഹിജാബ് ധരിച്ച പെൺകുട്ടികളടക്കം അനന്തരാവകാശത്തെക്കുറിച്ച് ചോദ്യത്തിന് അവർ കൊടുത്ത ഉത്തരമാണ് അള്ളാഹു നീതിമാനാണ്, ഇസ്ലാം നീതിയുടെ മതമാണ്, പക്ഷേ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ അനന്തരാവകാശത്തിലുണ്ട്, അത് തിരുത്തപ്പെടണം എന്ന് പറഞ്ഞത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. സൂറത്ത് നിസായിൽ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഖുർആൻ പഠിക്കുന്ന സംശയങ്ങൾ നിവർത്തുന്ന ഒരു കുടുംബാന്തരീക്ഷം തീർച്ചയായിട്ടും ഈ റമളാനിലെങ്കിലും നമുക്കൊന്ന് വീണ്ടെടുക്കുവാൻ സാധിക്കണം. സൂറത്ത് നിസായിൽ ഞാൻ നേരത്തെ ഓതി വെച്ച ആയത്തുണ്ട്. ബന്ധങ്ങളെക്കുറിച്ചാണ് റബ്ബ് സുബ്ഹാനഹു വ തആല ആദ്യം അതിൽ പറയുന്നത്. ബന്ധങ്ങളെക്കുറിച്ച് തസാഅലൂന ബിഹി വൽ അർഹാം, കുടുംബ ബന്ധത്തെക്കുറിച്ച് നിങ്ങളോട് ചോദിക്കുന്ന റബ്ബിനെ നിങ്ങൾ സൂക്ഷിക്കുക. വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം, കുടുംബ ബന്ധത്തെക്കുറിച്ച് നിങ്ങളോട് ചോദിക്കുന്ന റബ്ബിനെ നിങ്ങൾ സൂക്ഷിക്കുക. ആദ്യം റബ്ബ് അത് പറഞ്ഞു വെച്ചു. എന്നിട്ട് പിന്നീട് റബ്ബ് സുബ്ഹാനഹു വ തആല അനാഥ മക്കളുടെ സംരക്ഷണത്തിനെ കുറിച്ചാണ് പറയുന്നത്. ഈ സൂറത്തിലെ 11-ാമത്തെ ആയത്തിലാണ് അനന്തരാവകാശത്തെക്കുറിച്ച് പറഞ്ഞത്. ലിരിജാലി നസീബും മിമ്മാ തറക്കൽ വാലിദാനി വൽ അഖറബൂൻ വലിന്നിസാഇ നസീബും മിമ്മാ തറക്കൽ വാലിദാനി വൽ അഖറബൂൻ. റബ്ബാദ്യം ആ ആയത്തിൻ്റെ ആദ്യത്തിൽ ബന്ധത്തെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചും പറഞ്ഞു വെച്ച് രണ്ടാമത് അനാഥ മക്കളുടെ സംരക്ഷണത്തിനെ കുറിച്ചാണ് പറഞ്ഞു വെക്കുന്നത്. നിങ്ങൾ അനാഥ മക്കളെക്കുറിച്ച് എന്ത് ചെയ്യുക? സൂക്ഷിക്കുക. നിങ്ങളുടെ ഹലാലായ ധനത്തിലേക്ക് നിങ്ങളൊരിക്കലും ഹറാമായ ധനം എന്ത് ചെയ്യരുത്? കൂട്ടിക്കലർത്തി ഭക്ഷിക്കരുത് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നു. പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് മഹറിനെ കുറിച്ചാണ്. എന്ന് പറഞ്ഞാൽ പെണ്ണിന് കിട്ടേണ്ടുന്ന അവകാശത്തെയും സ്വത്തിനെക്കുറിച്ചും ആദ്യം പറഞ്ഞു വെച്ചിട്ടാണ് പിന്നെ അനന്തരാവകാശത്തെക്കുറിച്ച് പറയുന്നത്. വആത്തുൻ നിസാഹ സ്വദഖാതിഹിന്ന നഹ്ല, സ്ത്രീകളുടെ മഹറിനെ നിങ്ങളുടെ വിവാഹ ഉത്തരവാദിത്തമായി കൊണ്ട് ബാധ്യതയായി കൊണ്ടുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? വളരെ സന്തോഷത്തോടു കൂടി അവൾക്ക് നൽകണം. എന്ത്? മഹർ. ഇനി അതിൽ നിന്നും വല്ലതും അവർ നിങ്ങൾക്ക് തന്നാൽ, സന്തോഷത്തോടെ തന്നാൽ, ഫക്കുലൂഹു, നിങ്ങളത് തിന്നുകൊള്ളുക. എങ്ങനെ? മഹറിനെ കുറിച്ചാണ്, എന്ത്? സ്ത്രീധനത്തിനെ കുറിച്ചല്ല. 100 പവൻ ഇങ്ങോട്ടേക്ക് തരുമ്പോഴേ 10 പവൻ അങ്ങോട്ട് കൊടുക്കുന്ന മനോഹരമായ സിസ്റ്റത്തെക്കുറിച്ചല്ല അല്ലേ? എത്രയാണ് മഹർ കൊടുത്തത്? 5 പവനാണ്. കാരണം കിട്ടിയിട്ടുണ്ടാവുക എത്രയായിരിക്കും? 50 ആയിരിക്കും. 20 പവനാണ് മഹർ കൊടുത്തതെങ്കിൽ നമ്മൾ ഉറപ്പിക്കുക കിട്ടിയത് എത്ര സ്ത്രീധനാണ്? 200 പവനാണ്. ഓക്കെയാണ്, സംഭവം അടിപൊളിയാണ് അല്ലേ? അപ്പോൾ ഇതിനെക്കുറിച്ച് മാത്രം അറിയുന്ന ഒരു സമൂഹത്തോട് അനന്തരാവകാശത്തെക്കുറിച്ച് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നതിന് മുമ്പ് റബ്ബ് പറഞ്ഞു വെച്ച ആയത്താണ് വആത്തുൻ നിസാഅ സ്വദഖാതിഹിന്ന നിഹ്ല, അവളുടെ വിവാഹമൂല്യത്തെ നിങ്ങൾ നിങ്ങളുടെ ബാധ്യതയായി പരിഗണിച്ചുകൊണ്ട് അവൾക്ക് നൽകണം. ഇനി അതിൽ നിന്നും സന്തോഷത്തോടുകൂടി വല്ലതും തന്നാൽ എന്ന് പറഞ്ഞാൽ മഹർ അവൾക്കുള്ളതാണ്,
നിങ്ങൾ കണ്ണുരുട്ടിയോ ഭീഷണിപ്പെടുത്തിയോ ആ സ്വത്തിൽ നിന്നും അവളോട് നിങ്ങൾ എന്ത് ചെയ്യരുത്, വാങ്ങരുത്. ഇനി സന്തോഷത്തോടുകൂടി അവൾ നിങ്ങൾക്ക് വല്ലതും തിന്നാൽ ഫക്കുലൂഹു, നിങ്ങളത് ഭക്ഷിച്ചു കൊള്ളുക എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നു. പിന്നീട് പറയുന്നത് ബഹുഭാര്യത്വത്തെക്കുറിച്ചാണ്. അതിനുശേഷം വീണ്ടും അനാഥ മക്കളെക്കുറിച്ച് പറയുന്നു. സാധാരണ അനന്തരാവകാശത്തെക്കുറിച്ച് പറയുമ്പോൾ അധിക ഡിബേറ്റുകൾ നടക്കുക അനാഥ മക്കളെ കുറിച്ചാണ് അല്ലേ, അവർക്ക് സ്വത്ത് നിഷേധിക്കപ്പെടുന്നതിനെ കുറിച്ചാണ്. ഇവിടെ റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞ 2-3 പോയിന്റുകൾ പറഞ്ഞുകൊണ്ട് ഞാൻ ആ വിഷയം അങ്ങോട്ട് അവസാനിപ്പിക്കുകയാണ്. ഇതിൽ റബ്ബ് പറഞ്ഞത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ വളരെ മൈന്യൂട്ടായിട്ട് കാണുന്ന എല്ലാ ലൂപ്പ് ഹോളുകളെയും കൃത്യമായിട്ട് അടച്ചിട്ടാണ് റബ്ബ് അനന്തരാവകാശത്തിലേക്ക് കടക്കുന്നത്. അല്ലാഹു പറയുന്നു, നിങ്ങൾ അനാഥ മക്കളുടെ പണം എന്ത് ചെയ്യരുത്, നിങ്ങൾ വേഗം വേഗം തിന്നു കളയരുത്, അവർക്ക് പ്രായപൂർത്തിയാകുമോ എന്ന് പേടിച്ചിട്ട്. നിങ്ങളുടെ ഉത്തരവാദിത്വത്തിലുള്ള നിങ്ങളുടെ കീഴിലുള്ള അനാഥ മക്കളുണ്ടല്ലോ, നിങ്ങളുടെ സംരക്ഷണതയിലുള്ള അനാഥ മക്കൾ, സിംഗിൾ പാരൻറ്റിങ് അല്ല ഇസ്ലാം പറയുന്നത്. അനാഥ മക്കളുടെ സംരക്ഷണം ബാപ്പയുടെ കുടുംബക്കാരുടെ ഉത്തരവാദിത്തമാണെന്നും അങ്ങനെ തങ്ങളുടെ കീഴിലുള്ള മക്കളുടെ ആ ധനം നിങ്ങൾ എന്ത് ചെയ്യരുത്, പെട്ടെന്ന് തിന്നു തീർക്കരുത്, അവർ വലുതായിട്ട് പക്വതയെത്തിട്ട് തിരിച്ചു കൊടുക്കേണ്ടി വരുമല്ലോ എന്നോർത്തിട്ട് നിങ്ങളതെന്ത് ചെയ്യരുത്, പെട്ടെന്ന് തിന്നു കളയരുത്. പിന്നീട് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നത്, ഇനി നിങ്ങൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇത് വല്ലാത്തൊരു തലവേദനയാണല്ലോ പടച്ചോൻ, ഇതിങ്ങനെ സൂക്ഷിച്ചു കൊണ്ട് നടക്കുക എന്നത്. അതിനെക്കുറിച്ച് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, നിങ്ങൾ ധനികനാണെങ്കിൽ നിങ്ങൾ ആ ധനത്തിൽ നിന്നും തൊട്ടു പോകരുത്. ഇനി നിങ്ങൾ ദരിദ്രരാണെങ്കിൽ നിങ്ങൾ മാന്യമായിട്ട് നീതിപൂർവ്വം നിങ്ങളതിൽ നിന്നും കുറച്ച് എടുത്ത് ഭക്ഷിച്ചു കൊള്ളുക. എന്നിട്ട് റബ്ബ് പറയാണ്, ഇതൊരു വലിയ തലവേദനയാണല്ലോ എന്ന് കരുതിയിട്ട് അവർ സാമ്പത്തികം കൈകാര്യം ചെയ്യുവാൻ ശേഷിയില്ലാത്ത സുഫഹായിങ്ങളാണെങ്കിലും ബുദ്ധി എത്താത്ത മനുഷ്യരാണെങ്കിലും കുട്ടികളാണെങ്കിലും പെട്ടെന്ന് തിരിച്ച് കൊടുത്ത് കൈ കഴുകുവാൻ വേണ്ടി നിങ്ങൾ ശ്രമിച്ചു കളയരുത് എന്നും റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം. മനുഷ്യൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുവാൻ ചാൻസ് ഉള്ള എല്ലാത്തിനെയും റബ്ബ് വളരെ വിദഗ്ധമായിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, അടച്ചു കളയുന്നത്. എന്നിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അനന്തരാവകാശത്തിൻ്റെ നിയമങ്ങളെക്കുറിച്ച് പറയുന്നത്. അവിടെ വളരെ പ്രധാനപ്പെട്ട വേറൊരു കാര്യമുണ്ട്. ആർക്കാണ് ചിലവഴിക്കാനുള്ള ബാധ്യത എന്ന് ചോദിച്ചാൽ പുരുഷന്മാർക്കാണ് ചിലവഴിക്കാനുള്ള ബാധ്യത. ഇതിന്ന് കേരളത്തിൽ വളരെ ഡിസ്കസ് ചെയ്യുന്ന ഒരു വിഷയമാണല്ലേ. ചിലവഴിക്കാനുള്ള ബാധ്യത പുരുഷനാണ് എന്ന് പറയുമ്പോൾ ആളുകൾ പറയും, പെണ്ണും ജോലി എടുക്കുന്നുണ്ടല്ലോ, അതിനെന്താ പ്രശ്നം, പെണ്ണും സമ്പാദിക്കുന്നുണ്ടല്ലോ, അതിനെന്താ പ്രശ്നം. പെണ്ണ് സമ്പാദിക്കുകയോ ജോലി എടുക്കുകയോ ചെയ്യട്ടെ, ഇസ്ലാമിൽ യാതൊരു പ്രശ്നമില്ല. കാരണം തൻ്റെ സമയത്തെക്കുറിച്ച്, ആരോഗ്യത്തെക്കുറിച്ച്, അറിവിനെക്കുറിച്ച് നാളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ ബോധ്യപ്പെടുത്തേണ്ടി വരുന്ന ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. നമ്മുടെ സമയം എങ്ങനെ ചെലവഴിച്ചു, ആരോഗ്യം എങ്ങനെ ചെലവഴിച്ചു, നമ്മളുടെ അറിവെങ്ങനെ സമ്പാദിക്കുകയും ചെലവഴിക്കുകയും ചെയ്തു എന്നതിനെക്കുറിച്ച്, സമ്പത്തിനെക്കുറിച്ചും നാളെ റബ്ബിൻ്റെ അടുക്കൽ കൃത്യമായി ഉത്തരം പോയാലല്ലാതെ ഒരു മനുഷ്യനൊരടി മുന്നോട്ടോ പിന്നോട്ടോ വെക്കുവാൻ സാധിക്കുകയില്ല എന്ന് പഠിപ്പിച്ച മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾ കേട്ട് വളർന്നവരാണ് നമ്മൾ. അത് നമുക്ക് കൃത്യമായിട്ടറിയാം. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഒരു പെണ്ണിൻ്റെ എനർജിയെ, അവളുടെ ആയുസ്സിനെ, അവളുടെ ബുദ്ധിയെ, അവളുടെ അറിവിനെ സമൂഹത്തിന് ആവശ്യമുണ്ട്. പല മേഖലകളിലും അവളെ സമൂഹത്തിന് ആവശ്യമുണ്ട്. എന്നാൽ ജോലിയെടുത്താൽ മാത്രമാണ് വുമൺ എംപവർമെൻറ്റ് സാധ്യമാവുക എന്ന് പറഞ്ഞാലോ, അങ്ങനെ ഉണ്ടോ? ജോലിയെടുക്കുന്ന ഒരു സ്ത്രീക്ക് മാത്രമാണ് കുടുംബത്തിൽ, അല്ലെങ്കിൽ സമ്പാദിക്കുന്ന സ്ത്രീക്ക് മാത്രമാണ് കുടുംബത്തിലും സമൂഹത്തിലും പരിഗണനയുള്ളത്, അവൾക്ക് മാത്രമാണ് പൊസിഷൻ ഉള്ളത് എന്ന് പറഞ്ഞാൽ അത് ഇസ്ലാമിൻ്റെ കൺസെപ്റ്റിലാണ് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കണം. ഒരു പെണ്ണ് തീരുമാനിക്കുകയാണ്, ഞാൻ പ്രഗ്നൻ്റ് ആണ്, എനിക്ക് കുഞ്ഞ് പാലൂട്ടുന്ന സമയമാണ്, അതുകൊണ്ട് എനിക്ക് കുറച്ച് സമയം എന്ത് ചെയ്യണം, കുറച്ച് നാൾ റെസ്റ്റ് എടുക്കണം, എനിക്ക് കുറച്ച് നാളൊന്ന് റെസ്റ്റ് എടുക്കണം, വിശ്രമിക്കണം, അല്ലെങ്കിൽ എനിക്കിനി ഞാൻ പ്രയോറിറ്റി കൊടുക്കുന്ന ഇതിനാണ് എന്ന് തീരുമാനിച്ചാൽ അതൊരു 4ാം കിട ഏർപ്പാടാണെന്നോ, അതിന് നിങ്ങൾ മദർഹുഡ് എന്ന് പറയുന്നതിനെ ഒരു നെഗറ്റീവായ ഒരു കാര്യമാണെന്ന് ചെയ്തു കാണിക്കുകയും ചെയ്യുന്നത് ലിബറലിസത്തിൻ്റെ പുതിയ തിയറിയാണ്. അതുകൊണ്ട് വീണ്ടും വീണ്ടും പെണ്ണിനോട് പറഞ്ഞുകൊണ്ടേയിരിക്കും, ജോലിയിലേക്ക് ഫിനാൻഷ്യലി എംപവർമെൻറ്റിൽ ആവുന്നതിനെക്കുറിച്ച്, എംപവേർഡ് ആവുന്നതിനെക്കുറിച്ചാണ് പെണ്ണിനോട് പറഞ്ഞുകൊണ്ടേയിരിക്കുക. അപ്പോൾ യഥാർത്ഥത്തിൽ മാതൃത്വം എന്ന് പറയുന്നതിനെക്കുറിച്ച് വളരെ നെഗറ്റീവായിട്ട് ആളുകൾ ചിന്തിച്ചു തുടങ്ങുന്നു എന്നർത്ഥം. അതിന് പല കാരണങ്ങളുണ്ട് അല്ലേ. പണ്ട് KNൻ്റെ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു പ്രഭാഷണത്തിൽ പറയുന്നുണ്ട്. കാരണം അദ്ദേഹം പറയുന്നുണ്ട്, മീൻചന്ത എന്ന് പറയുമ്പോൾ നമുക്കൊരു മീനിൻ്റെ മണം വരും അല്ലേ. മീൻചന്ത എന്ന് പറയുമ്പോൾ ഒരു മീനിൻ്റെ മണം കിട്ടും. അത് മാറാൻ വേണ്ടിയിട്ടാണ് ഫിഷ് മാർക്കറ്റ് എന്ന് പറഞ്ഞത്. ഫിഷ് മാർക്കറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് മീനിൻ്റെ മണം വരുന്നുണ്ടോ? മണം വരുന്നുണ്ടോ? ഇല്ലല്ലോ, ഇല്ല.
ഇങ്ങനെ എന്ത് ചെയ്തെന്ന് വെച്ചാൽ സ്ത്രീകൾ ധാരാളമായിട്ട് ഉമ്മാനോട് ചോദിക്കാൻ തുടങ്ങി, ഉമ്മാക്ക് എന്താ പണി? അപ്പം പണിയൊന്നുമില്ലാത്ത ഉമ്മ അല്ലേ? ഭയങ്കര ഇടങ്ങേറാണ്. പണിയില്ലാത്ത ഉമ്മ, ജോലിയില്ലാത്ത ഉമ്മ, ഭർത്താവിനും റെസ്പെക്റ്റ് ഇല്ല, വീട്ടുകാർക്കും റെസ്പെക്റ്റ് ഇല്ല, ജോലിയില്ലാത്ത ഉമ്മ എന്നായപ്പോൾ നമ്മൾ മനോഹരമായ ഒരു സാധനം വെച്ച് തുടങ്ങി, ഹൗസ് വൈഫ് എന്ന്. കുറച്ച് നാൾ കഴിഞ്ഞ് സ്ത്രീകൾക്ക് തന്നെ മനസ്സിലായി ഇതെന്നെ ചൂഷണം ചെയ്യാൻ വെച്ച പേരാണ്, ഇതിലൊന്നും വലിയ കാര്യമില്ലാന്ന്. ഇത് പറഞ്ഞതുപോലെ ജോലിയെടുക്കുന്ന പെണ്ണിനാണ് പൊസിഷൻ ഉള്ളത് എന്ന് പറയുന്നത് ഇല്ല. പക്ഷെ ജോലിയെടുക്കുന്ന പെണ്ണിനും തീർച്ചയായിട്ടും അവൾ ഇരട്ടിയായിട്ടാണ് എന്ത് ചെയ്യുന്നത്? അവളുടെ ക്രിയാത്മകതയെ അവൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നത്. അതിനനുസരിച്ചൊരു കുടുംബ സിസ്റ്റം എന്ത് ചെയ്യേണ്ടി വരും? മാറേണ്ടി വരും. അപ്പോഴാണ് അവളുടെ മാതൃത്വം എന്നത് പറയുന്നതിനെ മനോഹരമായിട്ട് അവൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക. ഹസ്ബൻഡും വൈഫും എന്തായാലും ജോലി ചെയ്യൽ നിർബന്ധമാണ് എന്ന് പറയുന്ന പക്ഷത്തിൽ തീർച്ചയായിട്ടും അവരൊരുമിച്ച് ജോലി പോവുകയും കുടുംബത്തിൻ്റെ വിഷയത്തിലും അവർക്ക് ഒരുമിച്ച് മനോഹരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കണം. അപ്പോഴാണ് ഇതൊരു ഡബിൾ ബേർഡൻ അല്ലാതെ, ആത്മസംഘർഷമില്ലാതെ മാതൃത്വത്തിനെയും ജോലിയെയും അവൾക്ക് മനോഹരമാക്കി കൊണ്ടുപോകാൻ സാധിക്കുക. ഇനി നിങ്ങളുടെ ഇണ ജോലിയെടുക്കണം, അവളുടെ ക്രിയാത്മക ശേഷി വർദ്ധിപ്പിക്കണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, അവളുടെ സർവീസ്, അവളുടെ എനർജി, അവളുടെ ആയുസ്സിനെ മനോഹരമാക്കണം നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ഒരു കുടുംബത്തിൻ്റെ സംവിധാനം കൂടി എന്ത് ചെയ്യണം? അങ്ങനെ തീരണം. അപ്പോഴാണ് നമ്മൾ പറയുക എന്ത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയുന്നുണ്ടല്ലോ, എന്താണ് അദ്ദേഹം തൻ്റെ വീട്ടിലായിരിക്കുമ്പോൾ ചെയ്തുകൊണ്ടിരുന്നത് എന്നതിന് ആയിഷ ബീവി കൊടുത്ത മറുപടിയുണ്ട്, അദ്ദേഹം ഞങ്ങളെ വീട്ടുകാര്യങ്ങളിൽ സഹായിക്കുമായിരുന്നു എന്നതാണ്. അദ്ദേഹം ഞങ്ങളെ വീട്ടുകാര്യങ്ങളിൽ സഹായിക്കുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ വസ്ത്രങ്ങൾ അദ്ദേഹം തന്നെയാണ് അലക്കാറുണ്ടായിരുന്നത്, വസ്ത്രം തുന്നാറുണ്ടായിരുന്നത്. അതിഥികൾ വീട്ടിലേക്ക് വന്നാൽ അദ്ദേഹമാണ് അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിരുന്നത്, ആടിനെ കറന്നിരുന്നത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയുമ്പോൾ, ഒരു കുടുംബത്തിൻ്റെ മനോഹരമായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ എങ്ങനെയാണ് നമ്മൾ പരസ്പരമായിട്ട് വർത്തിക്കേണ്ടത് എന്നതിനെക്കുറിച്ചും തീർച്ചയായിട്ടും ദാമ്പത്യ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണെന്ന് തോന്നുന്നു. അങ്ങനെയുള്ള ഒരു അങ്ങനെയുള്ള ഒരു സാമൂഹികാവസ്ഥയും കുടുംബാന്തരീക്ഷയും തീർച്ചയായിട്ടും പ്രത്യേകിച്ച് ബാംഗ്ലൂർ പോലെയുള്ള നാടുകളിൽ ധാരാളമായിട്ട് നമ്മൾ ജോലിക്കിറങ്ങുന്ന സമയത്ത് നമ്മൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ സാധിക്കണം, പാരൻസിന് മക്കളുമായിട്ടുള്ള വർത്തമാനങ്ങൾ, ദമ്പതികൾ തമ്മിലുള്ള വർത്തമാനങ്ങൾ സ്ക്രീൻ അപഹരിക്കുന്നുണ്ടോ, ജോലി അപഹരിക്കുന്നുണ്ടോ, അതല്ല നമുക്ക് നമ്മളുടേതായ ഒരു സമയമുണ്ടാക്കുവാൻ സാധിക്കുന്നുണ്ടോ, ആ ഇടത്ത് നമ്മൾ നമ്മളുടെ സമയത്തെ ഏറ്റവും എഫക്റ്റീവായിട്ട്, ക്വാളിറ്റി ടൈം ഏറ്റവും എഫക്റ്റീവായിട്ട് ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നുണ്ടോ എന്നതും തീർച്ചയായിട്ടും മനസ്സിലാക്കണം. പ്രണയങ്ങളുണ്ടോ അല്ലേ? സെക്ഷലി നമ്മളുടെ ബന്ധം മനോഹരമാണോ? ഒരുമിച്ച് ഭക്ഷണം കഴിക്കാറുണ്ടോ? മക്കളെക്കുറിച്ച് ഒരുമിച്ച് ചർച്ച ചെയ്യാറുണ്ടോ? അവരുടെ സ്വപ്നത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യാറുണ്ടോ? അവരുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ഒരുമിച്ചിരുന്ന് വർത്തമാനം പറയാറുണ്ടോ? സമ്പത്തിനെക്കുറിച്ച്, സാമ്പത്തികാവസ്ഥയെക്കുറിച്ചും വരവിനെയും ചിലവിനെയും കുറിച്ചും ഒരുമിച്ച് സംസാരിക്കാറുണ്ടോ? നിങ്ങൾ പരസ്പരം ഏതെങ്കിലും കാര്യത്തിൽ എൻഗേജ് ചെയ്യാറുണ്ട്? ബിസിനസ്സിലോ അടുക്കളത്തോട്ടത്തിലോ എന്തിലാവട്ടെ, നിങ്ങൾക്ക് പരസ്പരം എന്നും സംസാരിക്കാനുള്ള ഒരു കണ്ണി, ഒരു സബ്ജക്റ്റ് അവശേഷിക്കാറുണ്ടോ? നിങ്ങൾ പ്രയാസപ്പെടുന്ന സമയത്ത് ഒരാളെ കുറ്റപ്പെടുത്തുകയാണോ ചെയ്യുക, അതല്ല ചേർത്ത് പിടിക്കുകയാണോ ചെയ്യാറുള്ളത്? നിങ്ങൾക്ക് പരസ്പരം വിശ്വാസമുണ്ടോ? നിങ്ങൾക്ക് വ്യത്യസ്തങ്ങളായ അഭിപ്രായമാണ് ഉള്ളതെങ്കിലും അതിനെ റെസ്പെക്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കാറുണ്ടോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയുന്നുണ്ട്, നമ്മൾ ചെറുതെന്ന് കരുതുന്ന പ്രണയത്തെക്കുറിച്ച് കൂടി പ്രവാചകൻ കൊടുക്കുന്ന വലിയൊരു സന്ദേശമുണ്ട്. എത്ര ചെറുതെന്ന് കരുതുന്ന പ്രണയത്തെക്കുറിച്ച് കൂടി ജാഗ്രതയോടുകൂടിയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിഗണിച്ചതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ ബീവി വെള്ളം കുടിച്ച ഗ്ലാസ് അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഗ്ലാസ്സിൽ നിന്നും വെള്ളം കുടിക്കുക മാത്രമല്ല ചെയ്യുക, ആയിഷ ബീവി എവിടെയാണോ ചുണ്ട് ചേർത്ത് വെച്ച് കുടിച്ചത്, ആ ചുണ്ട് ചേർത്ത് വെച്ച സ്ഥലത്ത് നിന്ന് ചുണ്ട് വെച്ച് വെള്ളം കുടിക്കുവാൻ വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു എന്ന് പറയുമ്പോഴേ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ആയിഷ ബീവിയെ കുറിച്ച് പറയുന്നുണ്ടല്ലേ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ അംർ ഇബ്നു ആസ് ചോദിക്കുന്നുണ്ട്, റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, പ്രവാചകരെ താങ്കൾക്ക് ഏറ്റവും ഇഷ്ടം ആരോടാണ്? ആയിഷയോട്. രണ്ടാമത് ആരോടാണ് പ്രവാചകരെ? ആയിഷയോട് എന്ന് പറയുന്നുണ്ട്. മൂന്നാമത് ആരോട് എന്ന് ചോദിക്കുമ്പോൾ ആയിഷയുടെ പിതാവ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് എന്നതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുക്കുന്ന മറുപടി. എന്ന് പറഞ്ഞാൽ, ഞാൻ എൻ്റെ പെണ്ണിനെ സ്നേഹിക്കുന്നു എന്ന് സമൂഹത്തോട് പറയുന്നത് മോശമായിട്ട് കാണുന്ന ഒരു സമൂഹത്തിൽ നിന്നാണ്. നമ്മളിപ്പോഴും 2025 നമ്മളത് കുറവായിട്ട് കാണുന്നിടത്തു നിന്നാണ് എൻ്റെ പെണ്ണിനെ ഞാൻ പ്രണയിക്കുന്നു, സ്നേഹിക്കുന്നു, എനിക്ക് അവളെ ഇഷ്ടമാണ് എന്ന് പറയുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുന്നത്. ഇണ എന്നത് എങ്ങനെ ആയിരിക്കണം എന്നത് പ്രവാചകൻ്റെ ജീവിതത്തിൽ മനോഹരമായിട്ട് പറയുന്നുണ്ട്. ജമ്മിലൂനി യാ ഖദീജ,
ഖദീജ നീ എനിക്കൊന്ന് പുതപ്പിച്ചു തരൂ എന്ന് പറയുമ്പോഴേ വെറും പുതപ്പിട്ട് മൂടാനല്ല പറയുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും ആദ്യത്തെ വഹി ലഭിച്ച പ്രവാചകൻ മുഹമ്മദിനെ പ്രവാചകൻ എന്ന ഒരു പൊസിഷനിലേക്ക് അള്ളാഹു എടുത്തുയർത്തിയ ആ ആത്മസംഘർഷത്തിൽ നിന്നും എന്നെ നീയൊന്ന് എന്ത് ചെയ്യൂ, സ്വാന്തനിപ്പിക്കൂ എന്ന വലിയൊരു ദൗത്യമാണ് ഖദീജ ബീവി ഏറ്റെടുക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, എന്തിനാണ് പ്രവാചകരെ താങ്കൾ പ്രവാചകരെ എന്നായിരിക്കില്ല വിളിച്ചിട്ടുണ്ടാവുക, എന്തിനാണ് താങ്കൾ വേജാറാവുന്നത്, സങ്കടപ്പെടുന്നത്? താങ്കളെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യനാണെന്ന കാര്യത്തിൽ എന്ത് സംശയമാണുള്ളത്? താങ്കൾ അഗതികളെ സഹായിക്കുകയും അനാഥകളെ സംരക്ഷിക്കുകയും കുടുംബബന്ധം ചേർക്കുകയും സത്യസന്ധനും വിശ്വസ്തനുമായ താങ്കളെ എങ്ങനെയാണ് റബ്ബ് കൈവിടുക എന്ന് പറയുന്ന വല്ലാത്തൊരു പോസിറ്റീവ് എനർജി കൊടുത്തിട്ടാണ് ഖദീജ ബീവി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമ്മിലൂനി യാ ഖദീജ എന്ന് പറയുമ്പോൾ തിരിച്ചു മറുപടി കൊടുക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ എനിക്ക് വിവാഹം വേണ്ട എന്ന് ആരെങ്കിലും തീരുമാനിക്കുന്നുണ്ടെങ്കിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ വ്യക്തി സ്വാതന്ത്ര്യവാദവും വല്ലാതെ അവരെ സ്വാധീനിക്കുന്നുണ്ടാകും. അതേ സമയത്ത് നമ്മളുടെ കുടുംബ സിസ്റ്റത്തിൽ അവരെ ആകർഷിക്കുന്ന ദാമ്പത്യവും അവരെ ആകർഷിക്കുന്ന പാരൻറ്റിങ്ങുമാണോ നടത്തുന്നത് എന്നും നമ്മളൊന്ന് ആലോചിക്കേണ്ടതുണ്ട്. നമ്മളെ കണ്ടാൽ അവരെന്ന് ആഗ്രഹിക്കുമോ, എനിക്കും അല്ലെ വിവാഹം കഴിഞ്ഞാൽ ഇവരെ പോലെ ആവണം, ഇവരെ പോലെ സ്നേഹിക്കുകയും പ്രണയിക്കുകയും പരസ്പരം കൈമാറുകയും ചെയ്യുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്യുകയും ചെയ്യുന്ന കപ്പിൾസ് ആവണമെന്നത് ആഗ്രഹിക്കുന്ന കുട്ടികളായിട്ട് നമ്മുടെ കുട്ടികൾ മാറുമോ എന്നത് നമ്മളുടെ ദാമ്പത്യ ജീവിതത്തിനെക്കുറിച്ച് നമ്മളൊന്ന് വിശകലനം ചെയ്യേണ്ടതുണ്ട്. ഇനി പറയുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങളെ എത്രമാത്രമാണ് നമ്മൾ ഗൗരവത്തോട് കാണുന്നതെന്നാണ്. സൂറത്തുൽ ബഖറയിൽ 226 ആയത്ത്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈല എന്ന് പറയുന്ന കുടുംബ ബന്ധത്തിനെ കുറിച്ചിട്ടുള്ള വിവാഹ മോചന നിയമത്തെക്കുറിച്ച് പറയുന്നുണ്ട്. നമ്മൾ ചിലപ്പോഴധികം ശ്രദ്ധിക്കാതെ പോയൊരു ആയത്തായിരിക്കും അത്. റബ്ബ് സുബ്ഹാനഹു വ തആല പറയുകയാണ്, നിങ്ങൾ ശപഥം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. തീർച്ചയായിട്ടും അള്ളാഹുവിൻ്റെ പേരിൽ നിങ്ങൾ ശപഥം ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. എന്നിട്ട് റബ്ബ് പറയാണ്, നിങ്ങളുടെ ഭാര്യയുമായിട്ട് നിങ്ങളിനി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടില്ല എന്ന് നിങ്ങൾ ശപഥം ചെയ്തിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. 4 മാസക്കാലമാണ് നിങ്ങൾ അങ്ങനെ ശപഥം ചെയ്യുന്നത് എങ്കിൽ, ഇനി നിങ്ങൾ ത്വലാഖാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ അതും നിങ്ങൾ സൂക്ഷിക്കണം. അള്ളാഹു ഏറെ പുറത്തു തരുന്നവനല്ലോ എന്ന ഒരു ആയത്ത് നമുക്ക് സൂറത്തുൽ ബഖറയിൽ കാണുവാൻ സാധിക്കും. ഇതിനെക്കുറിച്ച് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹും സയ്യിദ് ബിൻ സാബിത്തും അടക്കമുള്ള സഹാബാക്കൾ പറയുന്ന, ആയിഷ ബീവിയും ഉമർ റളിയല്ലാഹു അൻഹും അടക്കമുള്ള ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അവർ പറയുന്നത് 4 മാസക്കാലം ഒരു പുരുഷൻ എന്തു ചെയ്യുകയാണ്, ഒരു സുപ്രഭാതത്തിൽ പെണ്ണിനോട് പറയുകയാണ്, ഞാൻ ഇനി നീയുമായിട്ട് യാതൊരു സെക്ഷൽ റിലേഷൻഷിപ്പും ഇല്ല, അല്ലേ? അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല എങ്കിലും പ്രാവർത്തികമാക്കുന്നുണ്ട് എങ്കിൽ, രണ്ടാളും 2 ധ്രുവങ്ങളിൽ എന്ന പോലെ ജീവിക്കുന്നുണ്ട് എങ്കിൽ, രണ്ടാളും 2 തുരുത്തുകളിൽ എന്ന പോലെ ജീവിക്കുന്നുണ്ട് എങ്കിൽ, അവർ അതിനെയാണ് പ്രാക്ടീസ് ചെയ്യുന്നത് എങ്കിൽ സ്വാഭാവികമായിട്ട് 4 മാസം കൊണ്ട് അവരുടെ വിവാഹമോചനം സാധ്യമാകുമെന്ന് പറയുന്ന പണ്ഡിതന്മാരെ നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട് നമ്മൾ എടുക്കുന്ന ചെറിയ നിലപാടിനെ പോലും എത്ര ഗൗരവത്തോടു കൂടിയാണ് അള്ളാഹു സമീപിക്കുന്നത് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. ഇതേ സൂറത്തുൽ ബഖറയിൽ തന്നെ ഒരു ആയത്തുണ്ട്, ഇദ്ദയുമായി ബന്ധപ്പെട്ട ആയത്താണത്. ഇദ്ദ എന്ന് പറയുമ്പോൾ ചില ആളുകൾ പറയും, എൻ്റെ ഹസ്ബൻഡ് മരിക്കുന്നതിന് മുമ്പേ പറഞ്ഞിരുന്നു എന്ത് ഇദ്ദ എടുക്കേണ്ടതില്ല. ആരാ, ഭർത്താവാണോ പറയേണ്ടത് ഇദ്ദ എടുക്കണോ വേണ്ടതെന്നുള്ളത്? ആണോ? ഇദ്ദ എന്ന് പറഞ്ഞപ്പോൾ ഈ അടുത്തൊരു കുട്ടി എന്നോട് ചോദിച്ചു, ക്യാമ്പസിലെ കുട്ടി, അതിപ്പോൾ മരിച്ചാൽ മാത്രമല്ല ഇദ്ദ, വിവാഹമോചനം ചെയ്ത ഇദ്ദ ഉണ്ടോ? അപ്പോൾ എന്താണ് ഇദ്ദ എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ ജനലും വാതിലൊക്കെ അടച്ചിട്ട് നമസ്കാര കുപ്പായിട്ട് ആരെയും കാണാതെ, സഹപാഠികളെ പോലും കാണാത്ത, സഹപ്രവർത്തകരെ പോലും കാണാത്ത രീതിയിൽ ഇരുട്ട് റൂമിൽ അടച്ചിരിക്കുന്നതിനെയാണ് ഇദ്ദ എന്ന് പറയുന്നതെന്നും, അവളുടെ പുനർവിവാഹത്തെക്കുറിച്ചു വേണ്ടി കൂടി ഉണ്ടാക്കിയ ഒരു സിസ്റ്റമാണ് ഇദ്ദ എന്നതിനെക്കുറിച്ച് നമ്മൾ എത്ര പേര് ആലോചിക്കാറുണ്ട്? കാരണം വിധവാ വിവാഹത്തെക്കുറിച്ച് സംസാരിക്കുമ്പോഴും ഇപ്പോഴും നമ്മുടെ സമൂഹത്തിലുള്ള കുടുംബജീവിതത്തിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അത് പറയാതെ നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. വിധവാ വിവാഹത്തെക്കുറിച്ച് സംസാരിക്കുമ്പോഴും ഇപ്പോഴും നമ്മുടെ മനസ്സിലുള്ള ട്രെൻഡ് വിധവാ വിവാഹം എന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു പെണ്ണിനെക്കുറിച്ച് നമ്മളെന്താ പറയുക, അല്ലേ? സാധാരണ പറയാനുണ്ട് ആണുങ്ങളെക്കുറിച്ച്, ആണുങ്ങൾക്ക് വയസ്സാം കാലത്ത് ചൂടുള്ളാക്കി തരാൻ ആരെങ്കിലും വേണ്ടേ, ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയാം. പെണ്ണ് പിന്നെ പച്ചവെള്ളത്തിലാണല്ലോ കുളിക്കുക, പിന്നെ അതുകൊണ്ടൊന്നുമില്ല, ചൂടുവെള്ളത്തിൻ്റെ ആവശ്യമില്ല. അങ്ങനെയാണോ? ലാ ജുനാഹ അലൈക്കും ഫീമാ അറൽതും ബിഹി മിൻ ഖിത്ബത്തിൻ നിസാഇ ഔ അക്നൻതും ഫീ അൻഫുസിക്കും. സൂറത്തുൽ ബഖറയിലെ ഒരായത്താണത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഇദ്ദയിലിരിക്കുന്ന തൻ്റെ ഇണ മരിക്കുകയും അങ്ങനെ ഇദ്ദയിലിരിക്കുകയും ചെയ്യുന്ന സ്ത്രീയോട് നിങ്ങൾ എന്ത് ചെയ്യാം?
സംസാരിക്കുന്നതിന് പ്രശ്നമില്ല. കാരണം നിങ്ങളുടെ ഹൃദയത്തിൽ അവളെ വിവാഹം ചെയ്യുവാനുള്ള താല്പര്യമുണ്ട് എന്ന കാര്യം എനിക്കറിയാം. അലിമല്ല, എനിക്ക് നന്നായിട്ടറിയാം. ആരാ പറയുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഇദ്ദാ കാലയളവിൽ പക്ഷെ നീ നേർക്കുനേരെ അവളുമായിട്ട് വിവാഹബന്ധത്തിൽ ഏർപ്പെടരുത്, പക്ഷെ എന്ത് ചെയ്യാം, വ്യംഗ്യമായിട്ട് ചില സൂചനകൾ നൽകാമെന്ന് ഇദ്ദയെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് സിംഗിൾ പാരൻറ്റിനെ കുറിച്ച് പറഞ്ഞിട്ടാണ് നമ്മൾ ഇപ്പുറത്ത് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്നത്. വിധവാ വിവാഹം എന്ന് പറയുന്നത് നിങ്ങൾ ഗൗരവത്തോടു കാണണമെന്നും അത്തരത്തിലുള്ള വിധവകളായ സ്ത്രീകളുടെ വിവാഹ കാര്യത്തിൽ നിങ്ങൾ താല്പര്യം കാണിക്കണമെന്നും പഠിപ്പിച്ച ഒരു സിസ്റ്റത്തിൽ നമ്മളിപ്പോഴും നാരി സങ്കല്പമായിട്ട് നടക്കുക. എനിക്കൊരു വിവാഹം വേണ്ട എന്ന് പറയുന്ന കൺസെപ്റ്റിനെയാണ്. അങ്ങനെ വല്ലരും സ്വമേധയാ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചിട്ടല്ല പറയുന്നത്, മറിച്ച് അതൊരു ഭയങ്കര പ്രശ്നമാണ്, ഭയങ്കര ഒരു നെഗറ്റീവാണ് എന്ന് കരുതി കാണുന്ന ആളുകളുടെ അടുക്കൽ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ ഇദ്ദയുമായി ബന്ധപ്പെട്ട ആയത്ത് നിങ്ങളൊന്ന് എടുത്ത് പരിശോധിക്കണമെന്നാണ് ഈ അവസരത്തിൽ എനിക്കൊന്ന് പറയാനുള്ളത്. അപ്പോൾ അത്രമാത്രം റബ്ബ് സുബ്ഹാനഹു വ തആല കുടുംബവുമായി ബന്ധപ്പെട്ട നമുക്ക് പറഞ്ഞു തരുന്ന വിഷയത്തെ ജാഗ്രതയോടുകൂടി സമീപിക്കുവാൻ നമ്മൾ തയ്യാറായിട്ടുണ്ടോ എന്നതാണ് ചോദ്യം. കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് അല്ലേ, നമ്മുടെ മക്കളുമായി ബന്ധപ്പെട്ടിട്ടാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ലുഖ്മാനുൽ ഹക്കീം അദ്ദേഹത്തിന് മകന് കൊടുക്കുന്ന ഉപദേശം ഉണ്ടല്ലേ. ഒരു ഉപ്പ എങ്ങനെയാണ് കുഞ്ഞിനെ ഉപദേശിക്കേണ്ടത് എന്നതിൻ്റെ പ്രയോറിറ്റി അതിമനോഹരമായിട്ട് വിശദീകരിച്ച സൂറത്ത് കൂടിയാണ് സൂറത്തുൽ ലുഖ്മാൻ. ആദ്യം അള്ളാഹുവിനെ കുറിച്ചുള്ള തൗഹീദിനെ കുറിച്ച് പറയുന്നു, മാതാപിതാക്കളെക്കുറിച്ച് രണ്ടാമത് പറയുന്നു പിന്നീട് നമസ്കാരത്തെക്കുറിച്ച് പറയുന്നു അഖ്മിസ്സലാത്ത് വഅ്മുർ ബിൽ മഅറൂഫി വൻഹ അനിൽ മുൻകർ. പിന്നീട് എന്ത് ചെയ്യുന്നു, മോനോട് പറയുന്നുണ്ട് യാ ബുനയ്യ ഇന്നഹാ ഇൻ തക് മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ ഫതകുൻ ഫീ സുഖറത്തിൻ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർള് യഅതി ബിഹല്ലാഹ്. നിലവിലെ ഈ കാലഘട്ടത്തിൽ നമ്മുടെ മക്കളോട് പറയുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരായത്താണ് പാരൻറ്റിങ്ങുമായി വിഷയത്തിൽ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മോനെ, നീ ഒരു കാര്യത്തെ ഈ ആകാശത്തിനിടയിൽ എവിടെയെങ്കിലും ഒളിപ്പിച്ചാൽ, ഔഫിൽ അർള് ഭൂമിയിൽ എവിടെയെങ്കിലും നീ അത് ഒളിപ്പിച്ചാൽ, ഔഫിസ് സഖറത്ത് ഒരു വലിയ പാറക്കെട്ടിനിടയിലാണ്, ഇന്നഹാ ഇൻ തക് മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ ഒരു ധാന്യമണിയോളം തൂക്കമുള്ള ഒരു കാര്യം നീ ഒരു പാറക്കെട്ടിനിടയിലോ ഒരു ആകാശത്തിനിടയിൽ എവിടെയെങ്കിലുമോ ഒരു ഭൂമിയിൽ എവിടെയെങ്കിലും ഒരു രഹസ്യ അറിയിലോ നീ ഒളിപ്പിച്ചു വെച്ചാൽ യഅതി ബിഹല്ലാഹ് അള്ളാഹു അത് കൊണ്ടുവരും കേട്ടോ എന്ന് പറയുന്ന ഒരു വർത്തമാനം ലുഖ്മാനുൽ ഹക്കീം അദ്ദേഹത്തിൻ്റെ മകന് കൊടുക്കുന്ന ഉപദേശത്തിൽ വളരെ പ്രധാനമാണ്. നോമ്പ് നമ്മളെ പഠിപ്പിക്കുന്നതാണല്ലേ. മോനെ, നിനക്ക് ആര് കാണുന്നില്ലെന്ന് കരുതിയാലും ഒരിറ്റ് വെള്ളമിറക്കാൻ നിനക്ക് തോന്നിയാൽ നീ നിൻ്റെ റബ്ബ് നിന്നെ കാണുന്നുണ്ട് എന്നുള്ള ബോധ്യമാണ് യഥാർത്ഥത്തിൽ റമളാൻ. എനിക്ക് നോമ്പുണ്ടോ നിങ്ങളിൽ എത്ര ആൾക്കറിയാമെന്ന് ചോദിച്ചാൽ ആർക്കും അറിയില്ല. നിങ്ങളിൽ എത്ര പേർക്ക് ഇന്ന് നോമ്പുണ്ട് എന്ന് ചോദിച്ചാൽ എനിക്കും അറിയില്ല. അത് ഞാനും എൻ്റെ റബ്ബും മാത്രം അറിയുന്ന മനോഹരമായ ഒരു ആരാധനയുടെ പേരാണ്. അതുകൊണ്ടാണ് അസ്സിയാമു ലീ വ അന അജ്സീ ബിഹി, നോമ്പെനിക്കുള്ളതാണ്, ഞാനാണ് അതിന് പ്രതിഫലം നൽകുന്നത് എന്നത് ലോകസൃഷ്ടാവായ റബ്ബ് സുബ്ഹാനഹു വ തആല പറയുമ്പോൾ അതിൻ്റെ ആത്മാവിനെ അത്രമാത്രം അറിയുന്ന മനുഷ്യൻ കൂടിയാണ് നമ്മൾ. കാരണം എന്താ, അത് ഞാൻ എൻ്റെ റബ്ബിനെ റബ്ബെന്നെ കാണുന്നുണ്ട്, ഞാൻ എൻ്റെ റബ്ബിനെ കാണുന്നില്ലെങ്കിലും എന്ന് പറയുന്ന ഒരു ബോധ്യത്തെയുമാണ് റമളാൻ നമ്മളിലൂടെ വിശാലമാക്കി തരുന്നത്. അതിൽ വേറൊരായത്തും കൂടിയുണ്ട്, യാ ബുനയ്യ ലാ തുസഇർ ഖദ്ദക ലിന്നാസി വലാ തംശി ഫിൽ അർളി മറഹ. മോനെ, നീ നിൻ്റെ കവിൾത്തടത്തെ ഒരു മനുഷ്യനെ തൊട്ടും തിരിച്ചു കളയരുത്. ഇല്ലേ, അങ്ങനെ പറഞ്ഞാൽ എന്താ നാക്കൂല നമ്മൾ മീൻകാരൻ, ചെരുപ്പ് കുത്തുന്ന മനുഷ്യൻ, അയ്യേ സാധാരണക്കാരൻ, ദരിദ്രനായ മനുഷ്യൻ, കറുത്തവൻ, വിദ്യാഭ്യാസമില്ലാത്തവൻ, സമൂഹത്തിലെ ഏറ്റവും താഴേക്കിടയിലുള്ള മനുഷ്യനെന്ന് കരുതി നീ ഒരു മനുഷ്യനെയും നിൻ്റെ കവിൾത്തടത്തെ തിരിച്ചു കളയരുത് മോനെ. കറുത്തവനെന്ന് നിരന്തരമായി വിളിയുടെ അപഹാസ്യത്താലാണ് താൻ ആത്മഹത്യ ചെയ്തത് എന്നൊരു കുട്ടിയുടെ കുറിപ്പുണ്ടാകുന്ന സമയത്ത്, കറുത്തവളെന്ന് ദിനേന എന്ന മുദ്ര കുത്തിയതിൻ്റെ പേരിലാണ് പ്രതിശുദ്ധ വധുവായ പെൺകുട്ടി ആത്മഹത്യ ചെയ്തത് എന്ന് പറയുമ്പോൾ നിൻ്റെ നിറത്തിലല്ല നിൻ്റെ കോൺഫിഡൻസ്, മറിച്ച് നിൻ്റെ അമലുകളിലാണ് നിൻ്റെ കോൺഫിഡൻസ് എന്ന് പറയുന്ന ഇസ്ലാമിൻ്റെ ആശയങ്ങളെയാണ് നമ്മൾ കുടുംബത്തിലൂടെ നമ്മുടെ മക്കളിലേക്ക് പകരുവാൻ നമുക്ക് സാധിക്കേണ്ടത്. മോനെ, ഒരു മനുഷ്യനെ തൊട്ടും നീ നിൻ്റെ കവിൾത്തടത്തെ നിസാരമാക്കി തിരിച്ചു കളയരുത് എന്നർത്ഥം. അവസാനമായിട്ട് വാർദ്ധക്യത്തെക്കുറിച്ചാണല്ലേ. ഇന്ന് ഏറ്റവും കൂടുതൽ വ്യക്തി സ്വാതന്ത്ര്യത്തെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ പറയുക എന്താ, പുതിയ വൈബുകൾ ഉണ്ടാക്കുക, പുതിയ ഇടങ്ങൾ തേടുക, നമ്മളുടെ സന്തോഷത്തിന് എതിര് നിൽക്കുന്ന എല്ലാത്തിനോടും നോ പറയുക, ഞാൻ എൻ്റെ വൈബ്, എൻ്റെ എൻജോയ് അല്ലേ,
പുതിയ പുതിയ സ്ഥലങ്ങളും ഫുഡ് പോർട്ടുകളും കണ്ടുപിടിക്കുക, പുതിയ പുതിയ സ്ഥലങ്ങൾ കണ്ടുപിടിക്കുക. ഇങ്ങനെ ഒരു ജീവിതമേയുള്ളൂ, എൻജോയ് യുവർ ലൈഫ്. നീ പരമാവധി ആനന്ദിക്കുകയും അർമാദിക്കുകയും ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ ചിലപ്പോൾ ബ്രേക്ക് എടുക്കും സത്യവിശ്വാസികൾ. അത് എന്തിനു വേണ്ടിയിട്ടാണെന്നറിയുമോ? നമ്മുടെ കുടുംബത്തിലെ തന്നെ നമ്മുടെ ശ്രദ്ധ കിട്ടേണ്ടുന്ന ചില മനുഷ്യർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കരുതലാണത്. അതാണ് കുടുംബം. അതിന് ബദലായിട്ട് നമുക്ക് ഈ ജീവിതത്തിൽ എന്ത് കണ്ടുപിടിക്കാൻ സാധിച്ചാലും കുടുംബത്തിന് ബദലാവില്ല. കാരണം അത് അള്ളാഹു നമുക്ക് വേണ്ടി സൃഷ്ടിച്ചു തന്ന അതിമനോഹരമായ ഒരു സിസ്റ്റത്തിൻ്റെ പേരാണത്. അതിന് ബദലൊന്നുമില്ല. അതുകൊണ്ടാണ് കുടുംബത്തിലെ വിശുദ്ധ ഖുർആൻ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ടല്ലോ, ഒരു മനുഷ്യനെ അവൻ്റെ ശൈശവത്തിലേക്ക് മടങ്ങുമെന്ന്. അവൻ ഒരു ശിശുവായിരിക്കുന്ന സമയത്ത് പിന്നെ ബാല്യത്തിലേക്കും, പിന്നെ ബാല്യത്തിൽ നിന്നും കൗമാരത്തിലേക്കും, കൗമാരത്തിൽ നിന്നും യൗവനത്തിലേക്കും, യൗവനത്തിൽ നിന്നും മധ്യവയസ്കത്തിലേക്കും എത്തും. പിന്നീടവൻ വാർദ്ധക്യത്തിലേക്ക് എത്തിയതിനു ശേഷം പിന്നീടവൻ മുകളിലേക്ക് വളരുകയല്ല ചെയ്യുക, താഴേക്ക് വളയുകയാണ് ചെയ്യുക. പിന്നീടവൻ ചെറുപ്രായത്തിൽ ബെഡിൽ കിടന്ന് മൂത്രമൊഴിച്ചതുപോലെ മൂത്രമൊഴിക്കും, അല്ലേ? പല്ലില്ലാത്ത മോണ കാട്ടി ചിരിക്കാൻ തുടങ്ങും. നല്ല ഹൈലി എക്സിക്യൂട്ടീവായി നടന്ന മനുഷ്യനും നടന്നു ചെല്ലുമ്പോൾ കാലൊന്ന് വേച്ചു പോകും. അവൻ മനസ്സുദ്ദേശിക്കുന്നിടത്തേക്ക് കാലോ കയ്യോ എത്താത്ത ഒരു സമയം വരുമെന്നതിനെയാണ് റബ്ബ് സുബ്ഹാനഹു വ തആല നിങ്ങളെല്ലാവരും ശൈശവത്തിലേക്ക് മടങ്ങുമെന്ന് പറയുന്നത്. ഈ വാർദ്ധക്യത്തെ ഏറ്റവും ഹൃദ്യമായിട്ട് സ്വീകരിക്കണമെന്നും നിങ്ങളുടെ വീട്ടിൽ വൃദ്ധരായ മാതാപിതാക്കൾ ഉണ്ടായിട്ട് കൂടി നിങ്ങൾക്ക് സ്വർഗം നേടാൻ സാധിച്ചിട്ടില്ലെങ്കിൽ എന്ത് കഷ്ടമേ എന്ന് പറഞ്ഞ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനമാണ് ഓരോ സത്യവിശ്വാസികളായ നമ്മളുടെയും പ്രചോദനം. അതുകൊണ്ടാണ് ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, ചില ബ്രേക്കുകൾ ഇടുന്നത്. അതുകൊണ്ട് എൻ്റെ സുഖവും എൻ്റെ സന്തോഷം എന്ന് മാത്രം കരുതി നടക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് സാധ്യമാവില്ല. തൻ്റെ കൂടെ നിൽക്കുന്ന മനുഷ്യനെ കൂടി ചേർത്ത് പിടിക്കുമ്പോഴാണ് അള്ളാഹുവിൻ്റെ പ്രതിഫലം എനിക്ക് കിട്ടുക എന്ന് പറയുന്ന വിശാലമായ നന്മയുടെയും കാരുണ്യത്തിൻ്റെയും ലോകത്തിലേക്ക് മനുഷ്യരെ പിടിച്ചു നടത്തുമ്പോൾ മാത്രമാണ് ഇവിടെ ഒരു മനോഹരമായ ലോകക്രമം സാധ്യമാവുക. അതിന് കുടുംബം കൂടിയേ തീരൂ. ഒന്ന് വീഴുമ്പോൾ ഒന്ന് ചേർത്ത് പിടിക്കാൻ ഒരാൾ വേണം, അല്ലേ? ഒരു കൂട്ടർ വേണം. നിൻ്റെ സ്വപ്നങ്ങളുടെ കൂടെ ഞങ്ങളുണ്ട് കേട്ടോ എന്ന് പറയുവാൻ ആണിനോടും പെണ്ണിനോടും പറയുവാൻ ഒരു കുടുംബം വേണം. നീ തളരരുത് കേട്ടോ, ഞങ്ങളുണ്ട് എന്ന് പറയുവാനും ഒരു കുടുംബം വേണം.